കാണുന്നതാണ് റാംബോൾ ബീച്ച്. നമ്മൾ ഇന്നലെ ഇവിടെ കിടന്നാണ് ഉറങ്ങിയത്. ഇവിടെ കിടന്നുറങ്ങി നമ്മുടെ ബാഗൊക്കെ ഇരിക്കുന്നു. ആരും എടുത്തോണ്ടൊന്നും പോയില്ല. ബീച്ചിൽ കിടന്നു ആരൊന്നും എടുത്തോണ്ടൊന്നും പോയൊന്നുമില്ല. നമ്മൾ രാവിലെ എന്തായാലും എഴുന്നേറ്റു. ഞാൻ വിചാരിച്ചു രാവിലെ ആകുമ്പോഴേക്കും ഒന്നും കാണില്ലായിരിക്കും. അങ്ങനെയൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ പോലെ ഇവിടെ ബീച്ചിൽ തന്നെ ഇവിടെ കിടന്നാണ്. ബാക്കിൽ കിടന്ന സൈഡിലാണ് ടെൻ്റൊക്കെ അടിച്ച് നമ്മൾ കിടന്നു. അങ്ങനെ ആരും എടുത്തോണ്ടൊന്നും പോകുന്നില്ല. അവിടെ കുറച്ച് ബോട്ടൊക്കെ കിടക്കുന്നുണ്ടോ? അതൊക്കെ രാത്രി മീൻ പിടിക്കാൻ പോയിട്ട് അവർ തിരിച്ചു വരുന്നത്. ബോട്ടൊക്കെ ഇങ്ങനെ കരയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. മീനൊക്കെ ആയിട്ട് അവർ രാവിലെ വരും. നമുക്ക് വേണമെങ്കിൽ പൈസ കൊടുത്ത് കഴിഞ്ഞാൽ മേടിക്കാം. ഇതാണ് റാംബോൾ ബീച്ച്. ഈ പട്ടി ഉണ്ടോ? ഇത് ഇന്നലെ നമ്മൾ നേരത്തെ കഴിഞ്ഞ പോലെ വന്ന് കണ്ട പട്ടിയാണ്. അതിപ്പോഴും നമ്മൾ കണ്ടപ്പോൾ അത് ഇവിടെ വന്ന് നമ്മുടെ അടുത്ത് വന്ന് കിടക്കുക. പട്ടിയുടെ ഒക്കെ സ്നേഹം കണ്ടോ? കഴിഞ്ഞ നമ്മൾ കണ്ടപ്പോൾ തന്നെ ഇപ്പോൾ വഴിയിൽ നിന്ന് നമ്മളോട് വന്ന് ഇവിടെ കിടക്കണേ നമ്മുടെ അടുത്ത്. ഇതാണ് റാംബോൾ ബീച്ച്. ഈ സൈഡിൽ മാൻട്രം ബീച്ച്. അപ്പോൾ മറ്റേ ലൈഫ് ഗാർഡിനെ പിടിക്കാൻ പ്രത്യേക സ്ഥലമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സൈഡിൽ മാൻട്രം ബീച്ച്. ഇതിങ്ങനെ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ മാൻട്രം കഴിഞ്ഞ് അങ്ങ് പോകാം. മോർജും വരെ ബീച്ച് വഴി തന്നെ പോകാം. അത്യാവശ്യം സൈക്കിളൊക്കെ ചവിട്ടാൻ പറ്റിയ ബീച്ചാണ്. സൈക്കിൾ ചവിട്ടാൻ, വണ്ടി ഓടിക്കാം. പക്ഷെ ഇപ്പോൾ വണ്ടി ഓടിക്കൽ പെർമിഷൻ അല്ല. വണ്ടിയൊക്കെ പോകുന്നുണ്ട്. വണ്ടിയൊക്കെ ഓടിക്കാവുന്ന ബീച്ചാണ്. സ്ട്രോങ് ആണ്. ഇവിടുത്തെ അവസ്ഥ. റാംബോളിലേക്ക് വരണമെങ്കിൽ 15 മിനിറ്റ് ഡയറക്റ്റ് ബസ് ഉണ്ട് ചിലതൊക്കെ. അല്ലെങ്കിൽ പിന്നെ പാപ്സ വന്നിട്ട് വരുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ വരാം. നല്ല ബീച്ചാണ്. തിരക്കൊന്നുമില്ല. കാമൻകായിട്ടാണ്. ഇവിടെ കുറച്ച് ബീച്ചൊക്കെ ഉണ്ട്. സിയോളിയും കഴിഞ്ഞിട്ട് മോർജുമുണ്ട്, മാൻഡരമുണ്ട്. ഇത് റാംബോൾ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ കേരും എന്ന് പറഞ്ഞാൽ വേറൊരു ബീച്ചും കൂടെ ഉണ്ട്. അങ്ങോട്ട് പോകാം. ഇവിടെ കൂടെ. സ്ട്രോങ് വേവ്സ് ഒക്കെ ഉണ്ടോ?